ജംഗ്‌ഹോണും പല പല സമയങ്ങളിലായിട്ട് ഉൺഹോനെ ശ്രദ്ധിക്കുന്നതൊക്കെ അവനും കാണുന്നു. സോ അവനും ജംഗ്‌ഹോന്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും കാര്യം എന്റെ അടുത്ത് നിനക്ക് ചോദിക്കാനായിട്ടുണ്ടോ എന്നൊക്കെ അവനോടും ചോദിക്കുകയാണ്. നീ ഏത് സെന്റാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമായിരുന്നു ജംഗ്‌ഹോണും അവന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉൺഹോയും ശരിക്കും അത് തന്നെയായിരിക്കും കാര്യം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് വീട്ടിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ബിയോള് ഭയങ്കര പഠിത്തത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം വേറൊന്നുമല്ല, ജിയുന്റെ മുമ്പില് വായിക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ ബിയോള് നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ജിയോണിനെ കാണുമ്പോഴത്തേക്കും വായിച്ച് കേൾപ്പിക്കണമെന്ന നിർബന്ധത്തിലാണ് അവൾ ഉള്ളത്. ഓൺഹോയും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ബിയോളിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ പഠിക്കുന്നത് കണ്ടില്ലേ, എന്നെ ശല്യപ്പെടുത്തുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ അവളും ഡോറൊക്കെ അടച്ചിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ജിയോന്റെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു ഓൺഹോയും ഓർത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണോ ജിയോൺ ഓഫീസിൽ പെരുമാറുന്നത് അതേ രീതിക്കാണല്ലോ ബിയോൾ വീട്ടിൽ പെരുമാറുന്നത്. ഇപ്പോൾ ഞാൻ ശരിക്കും വർക്കിലാണോ അതോ വീട്ടിലാണോ എന്ന് പോലും ഓൺഹോയും സംശയിക്കുന്നു. ജിയോൺ ഓഫീസിലേക്കൊക്കെ മടങ്ങിയെത്തുമ്പോഴത്തേക്കും സാധാരണഗതിക്ക് ചെയ്യുന്നത് പോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ വലിച്ചെറിയുകയാണ്. പക്ഷെ ഇത്തവണ ബാഗ് നിലത്ത് വീഴാതെ മറ്റൊരിടത്തൊക്കെ വന്ന് വീഴുകയാണ്. ഈ ഒരു സ്റ്റാൻഡൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതും മോൺഹോ തന്നെയാണ്. അപ്പോഴാണ് അവൾ മൊത്തത്തിൽ ആ ഒരു റൂം തന്നെ നോക്കുന്നത്. എല്ലാ സാധനങ്ങളും വളരെയധികം വൃത്തിക്കൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നിലവിൽ ഓഫീസിൽ ഉൺഹോ ഇല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അവൾക്കും വർക്കൊക്കെ ചെയ്യാൻ വളരെയധികം ഈസി ആകുന്നു. റെസ്റ്റോറന്റ് ഒക്കെ അടച്ചിട്ടും ഒരുപാട് രാത്രി ആയിട്ടും അസിസ്റ്റന്റ് ഷെഫ് ഇപ്പോൾ പുതിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കുകയാണ്. അത് കഴിച്ചു നോക്കുന്ന ഷെഫായിട്ടുള്ള ഹാനും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പല ആൾക്കാരുടെ അടുത്തും അന്വേഷിക്കാൻ നോക്കിയ സമയത്ത് അസിസ്റ്റന്റ് ഷെഫിനും അതുപോലെ തന്നെ ഷെഫ് ഹാനിനും ഇടയ്ക്ക് മോശമായിട്ടുള്ള രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് എന്നായിരുന്നു അവർക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഷെഫ് ഹാൻ വളരെയധികം സ്ട്രിക്റ്റും വിദേശത്തൊക്കെ പഠിച്ച് ജോലി ചെയ്തൊരു വ്യക്തിയുമാണ്. പക്ഷെ അസിസ്റ്റന്റ് ഷെഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സ്കൂളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതും നല്ലൊരു സ്കൂളിൽ പോലും അല്ല പഠിച്ചത്. അങ്ങനെയിരിക്കെ പെട്ടെന്ന് അസിസ്റ്റന്റ് ഷെഫും നമ്മുടെ ഷെഫ് ഹാനുമായിട്ട് ഒരു ബോണ്ടൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഷെഫിന്റെ കൂടെ അസിസ്റ്റന്റ് ഷെഫായിട്ടൊക്കെ അവളെ വെച്ചിട്ടുള്ളതെന്നാണ് പല ആൾക്കാരും പറയുന്നത് പോലും. നമ്മൾ ഇനി എന്താ ചെയ്യുക? 2 ഷെഫുമാരെ എടുക്കുന്നുണ്ടോ? അതോ ഒരാളെ മാത്രമേ എടുക്കുന്നുള്ളോ? അതോ 2 പേരെയും എടുക്കാതെ ഇരിക്കുന്നോ എന്നൊക്കെ ഗ്യൂറിം ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ നമുക്ക് ഒരു ഷെഫിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഷെഫ് ഹാനിനെ അങ്ങ് എടുത്തേക്കാം. അതേസമയം ഷെഫ് ഹാനിന് അസിസ്റ്റന്റ് ഷെഫുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ 2 പേരെയും ജോലിക്കെടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ഹോട്ടലിലേക്ക് ജോലിക്ക് അയക്കുവാനും മാത്രമുള്ള ഒരു ക്വാളിറ്റിയും അവളിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഷെഫിന്റെയും അസിസ്റ്റന്റ് ഷെഫിന്റെയും അടുത്ത് നമുക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അവരെന്താവും പറയുക എന്നൊക്കെ നമുക്കും ഒന്ന് അറിയാമല്ലോ. ആരും അറിയാത്ത രീതിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്കും പറയാനുണ്ടെങ്കിലോ എന്നൊക്കെ ഒൺഹോ ചോദിക്കുമ്പോഴത്തേക്കും ജിയോണും അതിനോട് യോജിക്കുന്നു. ജിയോൺ ഷെഫ് ഹാനിന്റെ അടുത്തും ഉൺഹോ അസിസ്റ്റന്റ് ഷെഫിന്റെ അടുത്തും അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു രീതിക്കുള്ള റിലേഷൻഷിപ്പും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന രീതിക്കായിരുന്നു അവരും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഷെഫും ബാക്കിയുള്ളവർക്ക് അസിസ്റ്റന്റ് ഷെഫിന്റെ അടുത്ത് അസൂയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ മോശമായിട്ടൊക്കെ വെറുതെ പറയുന്നതാണെന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നു. പിന്നീട് കോഫിയൊക്കെ കുടിക്കുവാൻ നേരത്ത് ഷെഫിന്റെ കൈ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നതായിട്ടൊക്കെ ജിയോണും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അവരുടെ സംസാരമൊക്കെ അവസാനിച്ചിട്ട് തിരിച്ചു കയറുവാൻ നേരത്ത് വീണ്ടും ഷെഫിന്റെ കൈയൊക്കെ വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഡോറ് തുറക്കുവാനായിട്ട് സാധിക്കാതെ നിൽക്കുന്നതൊക്കെ അസിസ്റ്റന്റ് ഷെഫ് കാണിക്കും. അവൾ ഡോറൊക്കെ തുറന്നു കൊടുത്ത് ഷെഫിനെ കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യുന്നതൊക്കെ തന്നെ ജിയോണും ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഷെഫ് ഹാനിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ജിയോണും. അപ്പോഴാണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് 2 വർഷത്തെ ഒരു ഗ്യാപ്പൊക്കെ അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ജിയോണും മനസ്സിലാക്കിയത്. അയാളുടെ വലത്തെ കൈക്ക് ഒരു പ്രശ്നമൊക്കെ വന്നിട്ട് ന്യൂറോ സർജിക്കൽ ഓപ്പറേഷൻ ഒക്കെ നടന്നതായിരുന്നു. ഷെഫ് അവസാനമായി പങ്കെടുത്തിട്ടുണ്ടെന്ന TV ഷോയില് ഷെഫ് ഇടയ്ക്കിടയ്ക്കൊക്കെ കൈ അനക്കുന്നതൊക്കെ ഉൺഹോയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉൺഹോയും അത് ജിയോനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും TV ഷോസില് ഷെഫ് വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇപ്പോൾ വീണ്ടും ഷെഫിനെ കാണുവാനായിട്ടേക്ക് അവർ എത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഇത്തവണ ഷെഫ് ഹാനും ശരിക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജിയോന്റെ അടുത്ത് തുറന്നു പറയുന്നു. അവന്റെ വലത്തെ കൈക്ക് ഓപ്പറേഷന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും, പക്ഷേ ഇടത്ത് കൈക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ തുടർന്ന് വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുമാണ് അവൻ പറയുന്നത്. പക്ഷെ വലത്തെ കൈക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യം ആർക്കും തന്നെ അറിയിക്കില്ല. ആകെ അറിയാവുന്നത് അസിസ്റ്റന്റ് ഷെഫിന് മാത്രമാണ്.
അതുകൊണ്ട് തന്നെ അവന് ചെയ്യുവാൻ സാധിക്കാത്ത രീതിക്കുള്ള പണികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അസിസ്റ്റന്റ് ഷെഫാണ്. പക്ഷെ ഈ ഒരു കാര്യം മറ്റാൾക്കാർ അറിയാതിരിക്കുവാനായിട്ടായിരുന്നു അസിസ്റ്റന്റ് ഷെഫും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലരും അവരിങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ കണ്ട് അവരെ സംശയിച്ചിട്ട് പല റൂമേഴ്സും ഒക്കെ ഇറക്കിയിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും ഗനിയൽ ഗ്രൂപ്പിന്റെ പുതിയ പ്രൊജക്ടിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് എനിക്കിതുപോലെ കൈക്ക് പ്രശ്നമുണ്ടെന്നൊന്നും പറയണ്ട. പകരം എന്റെ ഒപ്പം അസിസ്റ്റന്റ് ഷെഫിനെയും കൂടി വിളിച്ചാൽ മതി. അവൾക്കും എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ഷെഫ് ഹാനും സംസാരിച്ചത്. ഓഫീസിലെത്തിയ അസിസ്റ്റന്റ് ഷെഫിന്റെ ഡീറ്റെയിൽസും മറ്റൊക്കെ നോക്കുന്ന ജിയോണിന് അസിസ്റ്റന്റ് ഷെഫിന് ശരിക്കും കഴിവില്ലാത്തതായിരുന്നില്ല. മറിച്ച് അവൾ അവളുടെ കഴിവുകളെ എല്ലാം തന്നെ ഒതുക്കി വെച്ചിരിക്കുന്നതായിരുന്നു എന്ന സത്യമൊക്കെ മനസ്സിലാവുകയാണ്. ജിയോന്റെ കോഫിയൊക്കെ തീർന്നു പോകുന്ന സമയത്താണ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഉൺഹോനെ അവൾ ശ്രദ്ധിക്കുന്നത്. സോ അവളും ഇപ്പോൾ ഉൺഹോയ്ക്ക് കൂടി കോഫിയൊക്കെ എടുത്തു കൊടുക്കുന്നു. ജിയോൺ ഈ ഒരു കേസിൽ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ ഉൺഹോ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്ലയൻസിന്റെ അടുത്ത് കള്ളം പറയുവാനായിട്ട് സാധിക്കുകയില്ല. സത്യാവസ്ഥയെല്ലാം തന്നെ അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞതിന് ശേഷം ഷെഫിനെ ജോലിക്ക് എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ക്ലയന്റ് തന്നെ തീരുമാനിക്കട്ടെ എന്ന രീതിക്കായിരുന്നു ജിയോണും സംസാരിച്ചത്. മാത്രമല്ല നേരത്തെ റൂമേഴ്സ് ഒക്കെ എല്ലാവരും തന്നെ വിശ്വസിച്ച സമയത്ത് ഉൺഹോ അത് വിശ്വസിക്കാതെ സത്യം എന്താണെന്ന് കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ എന്തുകൊണ്ടായിരുന്നു അങ്ങനൊരു തോന്നലൊക്കെ അവനും തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജോൺ ചോദിക്കുമ്പോഴത്തേക്കും നേരത്തെ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് HR ഡിപ്പാർട്ട്മെന്റിലായിരുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നതായിരുന്നു അവന്റെ ഡ്യൂട്ടി. അതില് ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരുമായിരുന്നു. സോ മിക്ക റൂമേഴ്സും അന്വേഷിച്ചൊക്കെ ചെല്ലുന്ന സമയത്ത് അതൊട്ടും തന്നെ സത്യമല്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ പലരുടെയും ലൈഫിനെ അത് ഒരുപാട് ബാധിച്ചിട്ടൊക്കെയുണ്ട്. ഇനിയും അങ്ങനെ ആരുടെയും ലൈഫിനെ ഒന്നും ബാധിക്കാതിരിക്കുവാനായിട്ടായിരുന്നു താനും സത്യാവസ്ഥ കണ്ടെത്തുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺഹോയും പറയുന്നു. നീ പല പല സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ കണ്ടതല്ലേ? അങ്ങനെയിരിക്കെ എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്നൊക്കെ ജിയോൺ ചോദിക്കുമ്പോൾ നീ എപ്പോഴും നിന്റെ ക്ലയൻസിനെയൊക്കെ ഓർത്തിട്ടാണ് ടെൻഷനൊക്കെ അടിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് നീ നിന്റെ കാര്യങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നിന്റെ കാൻഡിഡേറ്റ്സ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, നീയും ഇമ്പോർട്ടന്റ് ആണ്. നീയും നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേപ്പർ കൊണ്ട് അവളുടെ കൈയൊക്കെ മുറിഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഉൺഹോയും അതൊക്കെ ബാൻഡേഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് ജിയൂണും സ്വന്തം കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുകയാണ്. ചില ആൾക്കാര് സ്വന്തം കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാറ് കൂടിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ മറ്റാൾക്കാരെ ശ്രദ്ധിക്കുകയും നല്ല രീതിക്ക് അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ള ലൈഫ് പോലെയാണ് അവർക്ക് തോന്നിക്കുക എന്നാണ് അവൾ പറയുന്നത്. ഓൺഹായും ജിയോന്റെ വീടിന് മുമ്പിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അവൾ ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന അവനും വീണ്ടും അവളെ ഒന്ന് രണ്ട് റൗണ്ടിലും കൂടി കൊണ്ടുപോവുകയാണ്. പിന്നീട് വീണ്ടും അവളുടെ വീടിന് മുമ്പിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവളും ഉറക്കമൊക്കെ ഉണർന്നിട്ട് നടന്നൊക്കെ പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് എത്ര റൗണ്ട് ഒക്കെ ചുറ്റിയെന്ന് അവനോടും ചോദിക്കുന്നു. അവൾ ഉറങ്ങുക ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവനും വീണ്ടും വീണ്ടും വന്ന വഴിയിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവൾ ഉറങ്ങുക ആയിരുന്നില്ല. എന്തായാലും അവനങ്ങനെ ചെയ്തതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.